ഏവർക്കും നമ്മുടെ ഫോർവേഡിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ലോകാത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു പതിവാണ്. അപ്പോൾ നമ്മൾ കുത്തമ്മിനാർ ഉണ്ടാക്കിയിട്ട് കുപ്പി വെച്ചിട്ട് അതിനൊക്കെ ഇന്ത്യ കമന്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു താജ്മഹൽ ഉണ്ടാക്കാൻ പോകും. അതും നിസ്സാരമായി കിട്ടുന്ന തീപ്പെട്ടി കൊള്ളുകൊണ്ട് ഏകദേശം ഒരു 50 പെട്ടി തീപ്പെട്ടി വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം ഇത്ര പൊക്കമുള്ള താജ്മഹൽ ഉണ്ടാക്കാൻ പോകും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന് ആദ്യത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു താജ്മഹൽ രൂപം കിട്ടും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, കാർഡ്ബോർഡ് പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഏകദേശം നമ്മൾ താജ്മഹൽ രൂപം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം നമുക്ക് 4 ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ 4 അതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാർഡ്ബോർഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, തീപ്പെട്ടിക്കുള്ളിൽ നമുക്ക് അങ്ങ് ഒട്ടിച്ചങ്ങ് കൊടുക്കാം കേട്ടോ. പുറത്തേക്ക് നിൽക്കുന്ന തീപ്പെട്ടിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ അങ്ങ് മുറിച്ച് കളയാം. അപ്പോൾ അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റൗണ്ട് ഷേപ്പ് വേണം. ആ റൗണ്ട് ഷേപ്പിലേക്ക് വേണ്ടി നമുക്ക് ചെയ്യാം, കാർഡ്ബോർഡ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചങ്ങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോളത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ ഈ സ്കെയിലുകൾ തമ്മിലൊന്ന് അടുപ്പിക്കാം. നമ്മൾ ഇങ്ങനെ അമർത്തി പിടിക്കണം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. ഈ ഉണ്ടാക്കിയെടുത്ത സർക്കിളുകളെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി ഒട്ടിച്ച് ഒരു വലിയ രീതിയിലുള്ള ഒരു ടവർ പോലെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ താജ്മഹലിൻ്റെ രൂപം നമുക്ക് എല്ലാം കൂടി കൂട്ടി ഒട്ടിച്ച് നമുക്കൊരു ഫസ്റ്റ് ഫ്ലോർ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ താജ്മഹലിന് ഒരു അടി വേണം. അതായത് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇത് പിടിക്കാൻ വേണ്ടി നമുക്കൊരു അടി വേണം. വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കാർഡ്ബോർഡിൻ്റെ പീസിൽ വൈറ്റ് പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ ഫ്ലോറിന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ സർക്കിളിന്റെ ഗോപുരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, 4 മൂലയിലായിട്ട് അങ്ങ് ഒട്ടിച്ചു. 4 ടവറുകൾ നല്ല അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു 4 പീസ് സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ സർക്കിളിന്റെ ഗോപുരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, 4 മൂലയിലായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ കുറച്ച് പീസുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കാം. 4 ആർച്ച് പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പീസ് പോലെ തന്നെ ആർച്ച് ആകൃതി കട്ട് ചെയ്ത് കുറച്ച് ചെറിയ പീസുകൾ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവന്മാരെടുത്ത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനത്തെയും കൂടെ നമുക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടോ. നമ്മൾ സാധാരണ കാർഡ്ബോർഡ് വെച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് നമ്മളിതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മാച്ചസ് ഒട്ടിച്ചു കൊടുത്തിരിക്കുക കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെടുത്ത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാം. അടുത്താണ് നമ്മൾ ഇതിന്റെ മെയിനിൽ കൊടുക്കാൻ പോകണം. ഇതിന്റെ ഏറ്റവും വലിയ ഒരു മകുടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാണ് കേട്ടോ. ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലത്തെ സാധനം നമുക്ക് അടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൂടി ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഇവനെയും കൂടി അതിന്റെ ടോപ്പിലങ്ങ് വെച്ചു. അപ്പൊ അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഈ 4 ഭാഗങ്ങളും അതേപോലെ തന്നെ ഈ 4 ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഒട്ടിച്ച പോലത്തെ പീസുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഒരു ലെവൽ ഇതിന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേരളത്തിൽ ആരും ചെയ്യാത്ത ഒരു സാധനം കൂടി നമ്മളാണ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ആരും ചെയ്യാത്ത വലിയ പൂക്കുറ്റി, വലിയ അഗ്നിപർവ്വതം, വലിയ കുത്തമ്മിനാർ, വലിയ അല്ല ചെറിയ രീതിയിലുള്ള തീപ്പെട്ടി വെച്ചിട്ടുണ്ടാക്കി നമ്മുടെ താജ്മഹൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. മറ്റേ എല്ലാവരും നിങ്ങൾ നോക്കാം.